ഹായ് ഓൾ, നമ്മുടെ ഷാജി പാപ്പനും പിള്ളേരും വീണ്ടും എത്തിയിരിക്കുകയാണ്. അതെ, മലയാളികൾ ഇത്രയധികം കാത്തിരുന്ന മറ്റൊരു മൂന്നാം ഭാഗം ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാനത്തിൽ ജയസൂര്യ നായകനായി എത്തിയ ആട് 3 വൺ ലാസ്റ്റ് റൈഡ് ഇപ്പോൾ തിയേറ്ററുകളിൽ വമ്പൻ പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ചിത്രത്തെക്കുറിച്ചാണ്. ആട് 3 ശരിക്കും വർക്കായോ, അത് വെറും ഹൈപ്പ് മാത്രമായിരുന്നോ? ആദ്യ 2 ഭാഗങ്ങൾ പോലെ ഈ ചിത്രം നമ്മളെ ചിരിപ്പിക്കുമോ? നമുക്ക് നോക്കാം. മാർച്ച് 19, 2026 ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്തത്. ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം തന്നെ വലിയ റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചു. ആദ്യ വീക്കെൻഡിൽ തന്നെ ഏകദേശം 20 കോടിക്കടുത്താണ് ചിത്രം നേടിയത്. ഫ്രൈഡേ ഫിലിം ഹൗസും കാവ്യ ഫിലിം കമ്പനിയും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകളിൽ ഒന്നുതന്നെയാണ്. ഇനി കഥയിലേക്ക് വന്നാൽ, മുൻപ് ഇറങ്ങിയ 2 ഭാഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഒരു ഫാൻറ്റസി ടൈം ട്രാവൽ പശ്ചാത്തലത്തിലാണ് ആട് 3 ഒരുങ്ങിയിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ സർപ്രൈസ്. ഭൂതകാലവും വർത്തമാനകാലവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കിടിലൻ പ്ലോട്ടാണ് ഇതിൻ്റേത്. ജയസൂര്യയുടെ ഷാജി പാപ്പനും മഹാരാജ പത്മനാഭൻ തമ്പുരാനും വിനായകൻ്റെ ഡ്യൂഡും സുൽത്താൻ അസം ഖാൻ, സൈജു കുറുപ്പിൻ്റെ അറക്കിൽ അബുവുമൊക്കെ പല കാലഘട്ടങ്ങളിൽ പല വേഷങ്ങളിൽ ഇതിലെത്തുന്നുണ്ട്. പെർഫോമൻസിലേക്ക് വന്നാൽ ജയസൂര്യ പതിവ് പോലെ ഷാജി പാപ്പനായി തിമിർത്തു. ഒപ്പം ഡ്യൂഡ്, സർബത്ത് ഷമീർ, സണ്ണി വെയിൻ, ധർമ്മജൻ, ഇന്ദ്രൻസ് തുടങ്ങിയ പഴയ ഗ്യാങ് മുഴുവൻ സ്ക്രീനിൽ വരുമ്പോൾ വലിയൊരു നൊസ്റ്റാൾജി തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. മികച്ച പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഷാൻ റഹ്മാൻ്റെയും ഡോൺ വിൻസെൻറ്റിൻ്റെയും BGMഉം എടുത്തു പറയേണ്ടതാണ്. കോമഡി രംഗങ്ങൾ പലയിടത്തും തിയേറ്ററുകളിൽ കൂട്ടച്ചിരി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ചില പോരായ്മകളും പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2 മണിക്കൂർ 47 മിനിറ്റാണ് സിനിമയുടെ നീളം. ടൈം ട്രാവൽ പോലെയുള്ള ഒരു വലിയ കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോൾ തിരക്കഥയിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങളും കാലഘട്ടങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ആണെന്നും എന്നാൽ ഡ്യൂഡിൻ്റെ എൻട്രിക്ക് ശേഷം ചിത്രം ഗിയർ മാറുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ആട് സീരീസ് ഇഷ്ടപ്പെടുന്നവർക്കും തിയേറ്ററിൽ പോയി കുറച്ചു നേരം ചിരിച്ച് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു പക്ക എൻ്റർടൈനർ തന്നെയാണ് ആട് 3. ഇത് ആദ്യ ഭാഗം പാർട്ട് 1 മാത്രമാണ്. കഥയുടെ ബാക്കി 2ാം ഭാഗത്തിൽ വരും. നിങ്ങൾ ആട് 3 കണ്ടവരാണോ? നിങ്ങൾക്ക് സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായോ?